ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഒരുപാട് തവണ ഉണ്ടാക്കിയിട്ടുള്ള പുഡിങ്ങാണിത്. നല്ല അടിപൊളി, നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അതിന് ആദ്യം തന്നെ വേണ്ടത് ഒരു പൈനാപ്പിളാണ്. ഒരു പുഡിങ്ങിന് ഒരു ചെറിയൊരു പൈനാപ്പിൾ മതി. അത് തൊലി കളഞ്ഞ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി വലിയ പൈനാപ്പിളാണ് കിട്ടിയതെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. എനിക്ക് ചെറുതന്നെ കിട്ടിയിട്ടുണ്ടായിന്. അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു പാനിലേക്ക് മാറ്റാം. അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള പഞ്ചസാര, മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ഇടാം. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത്. അത് അടുപ്പിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റോളം വഴറ്റിയെടുക്കണം. ഇനി വേറൊരു പാനിലേക്ക് 1.5 കപ്പ് പാൽ ഒഴിക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 1/2 കപ്പ് പാലും അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡറും ഇട്ട് കൊടുക്കാം. അത് കട്ടയില്ലാതെ ഇളക്കിയെടുക്കാം. ഇളക്കിയെടുക്കാം. ഇനി പാല് ചൂടായി വരുന്ന ടൈമിന് ആ കസ്റ്റേർഡ് മിക്സ് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അധിക സമയം അടുപ്പിൽ വെക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ മാറ്റി വെക്കാം. ഇനി ആ പൈനാപ്പിൾ ഒരു 5 മിനിറ്റോളം വഴറ്റിയതിന് ശേഷം അത് മാറ്റി വെക്കാം. ഇനി ഒരു 2-3 ബ്രെഡ് എടുത്ത് അതിൻ്റെ സൈഡ് കളഞ്ഞെടുക്കാം. ഒരു പുഡിങ്ങിൻ്റെ പാത്രത്തിലേക്ക് ഓരോ ബ്രെഡും കസ്റ്റർഡിൽ മുക്കിയതിന് ശേഷം പുഡിങ്ങിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. കസ്റ്റർഡിൻ്റെ മിക്സ് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്, കട്ടി ഉണ്ടാകാൻ പാടില്ല. അപ്പം ബ്രെഡ് മുക്കിയെടുക്കാൻ പറ്റണം നമുക്ക്. അതിന് ഈ ഒരു അളവിൽ തന്നെ കസ്റ്റർഡ് പൗഡർ ഇടുക, 2 ടേബിൾ സ്പൂൺ തന്നെ. അതുപോലെ അടുപ്പിൽ അധിക സമയം വെക്കാനും പാടില്ല, അപ്പം കസ്റ്റർഡ് കട്ടിയായി പോവും. ഈ ഒരു ലൂസായിട്ടുള്ള കസ്റ്റർഡ് തന്നെ കിട്ടണം. അതിലേക്ക് ബ്രെഡ് ഡിപ്പ് ചെയ്ത് ഇതുപോലെ ഓരോ ലെയറും വെച്ച് കൊടുക്കുക. എനിക്ക് ഗ്യാപ്പ് വരുന്ന ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇനി എവിടെയെങ്കിലും കസ്റ്റർഡ് മിക്സ് ഒഴിച്ച് കൊടുക്കണമെങ്കിൽ സ്പൂൺ എടുത്ത് ബാക്കിയുള്ള കസ്റ്റർഡ് ഇതുപോലെ കുറച്ച് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഇനി വഴറ്റി വെച്ച പൈനാപ്പിൾ ഫുള്ളായിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. ഇതുപോലെ സ്പൂൺ കൊണ്ട് എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ പൈനാപ്പിൾ നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഒരു മിക്സ് ഫ്രിഡ്ജിലേക്ക് കുറച്ച് സമയം മാറ്റി വെക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടും കൂടി തയ്യാറാക്കാനുണ്ട്. പിന്നെ അതിനു വേണ്ടി ഒരു പാക്കറ്റ് ചൈന ഗ്രാസ്, 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് എടുത്ത് 1 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കുറച്ച് സമയം ഒന്ന് കുതിരാൻ വെക്കുക. അതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ അത് മെൽട്ടാകാൻ വെക്കുക. ചൈന ഗ്രാസ് ഫുള്ളായിട്ട് മെൽട്ടാകണം, അതുവരെ അടുപ്പിൽ വെക്കുക. വേറൊരു പാനിലേക്ക് ഒരു പാക്കറ്റ് പാൽ, 500 ml ഒരു പാക്കറ്റ് പാലെടുക്കുക. അതും അടുപ്പിലേക്ക് മാറ്റി വെക്കുക. മീഡിയം ഫ്ലെയിമിൽ അത് അവിടെ വെക്കുക. ചൈന ഗ്രാസ് നല്ലോണം മെൽട്ടാവണം, അതുവരെ അടുപ്പിൽ വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. പാൽ ഇപ്പുറം തിളക്കാൻ വെക്കാം. അതുപോലെ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും മിൽക്ക് മെയ്ഡാണ് ചേർക്കേണ്ടത് പാലിലേക്ക്.
മിൽക്ക് മെയ്ഡ് എന്തായാലും ചേർക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും. മിൽക്ക് മെയ്ഡ് മാത്രം ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം, പഞ്ചസാരയും കൂടി മിക്സ് ആയിട്ടാണെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഞാൻ കുറച്ച് പഞ്ചസാര, ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ബാക്കി മിൽക്ക് മെയ്ഡാണ് ചേർത്തിട്ടുള്ളത്. മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ചൈന ഗ്രാസ് നന്നായി മെൽട്ടായതിന് ശേഷം ഈ പാലിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ചൈന ഗ്രാസ് നല്ലോണം തിളച്ച സമയത്ത് ഈ പാലിലേക്ക് ഒഴിക്കാൻ പാടില്ല, അന്നേരം പാല് ജസ്റ്റ് ഒന്ന് പിരിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ചൂട് ആറിയതിന് ശേഷം പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ആ പാലിൻ്റെ മിക്സ് ഫ്രിഡ്ജിൽ നിന്ന് പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിൽ ലെയറായിട്ട് ഈ ഒരു പാല് മിക്സ് ഒഴിച്ചു കൊടുക്കുക. ആ ബബിൾസ് എല്ലാം ഒന്ന് പോകുന്ന വിധത്തിൽ സ്പൂൺ കൊണ്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് പുറത്തുനിന്ന് തന്നെ ഈ പുഡിങ് സെറ്റാവും, ഉറച്ച് കിട്ടും. അതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതുപോലെ ചെറിയ പകുതി കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. പുഡിങ് കട്ട് ചെയ്യുമ്പോൾ മിഡിലിൽ ചെറീസ് വരുന്ന വിധത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാം. ഇനി പുഡിങ് നന്നായി തണുത്തതിന് ശേഷം എടുക്കുക. ഞാൻ 1 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഞാൻ എടുത്തത്. 1 മണിക്കൂറിന് ശേഷം പുഡിങ് പുറത്തേക്ക് എടുത്തു. നന്നായി തണുത്തതിന് ശേഷം പുഡിങ് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. ഞാൻ ഒരുപാട് തവണ ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് വീട്ടിൽ കഴിക്കാനും പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോകാനായാലും പാർട്ടിയിലും ഒക്കെ കൊണ്ടുപോകാനൊക്കെ നല്ലൊരു റെസിപ്പിയാണ്. ഇനി ഓരോ പീസ് കട്ട് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റാം. അടിയിൽ ബ്രെഡും അതിന് മുകളിൽ പൈനാപ്പിൾ മിക്സും അതിൻ്റെ മുകളിൽ പാലിൻ്റെ കൂട്ടും ഒക്കെ കൂടിയിട്ട് ഇതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.